ഇവൾക്ക് എപ്പോഴും പേടിയാ. കൂടെ കൂടെ ബോധക്കേട് വരും. പല അമ്പലങ്ങളിലും നേർച്ചകൾ കഴിച്ചു, ഒരു ഫലവും കാണുന്നില്ല. ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഇപ്പോൾ പേടി തോന്നുന്നുണ്ടോ? ഇല്ല സ്വാമി. ഇനി പേടി തോന്നുകയില്ല. എല്ലാം നമ്മുടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി പേടിക്കില്ല സ്വാമി. സമാധാനമായി പൊയ്ക്കുള്ളൂ. എന്താ പേര്? കൃഷ്ണൻ. കച്ചവടം മോശമാണല്ലേ? അതെ സ്വാമി, അത് പറയാനാണ് ഞാൻ വന്നത്. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ. കച്ചവടമൊക്കെ അഭിവൃദ്ധിപ്പെടും. അടിയങ്ങൾക്ക് ഒരു സങ്കടം ഉണർത്തിക്കുവാനുണ്ട്. എന്താ? ഉയർന്ന ജാതിക്കാരുടെ ഉപദ്രവം തീരെ സഹിക്കാൻ മേല. ഉപദ്രവിക്കുന്നു? അതേ സ്വാമി, കുളത്തിൽ കുളിച്ചതിന് അടിയങ്ങളെ തല്ലി ദേഹോദ്രവം ഏൽപ്പിക്കുന്നു. എന്താ, നമ്മെ കാണാൻ വന്നതാണോ? അറിയാമോ? അറിയാമല്ലോ. അവളെ വിടൂ, വിട്ടാ ഓടിക്കളെ. അവൾ ഓടുമെങ്കിൽ കാണട്ടെ. നാം പറയുന്നത് അനുസരിക്കണം കേട്ടോ. ഇനി ശല്യം ഉണ്ടാവില്ല. കൊണ്ടുപോയി 10 കുടം വെള്ളം ശിരസിൽ ധാര ചെയ്യും. നല്ല ഉറക്കം കിട്ടട്ടെ. ശരി സാൻ, വയ്ക്കുള്ളൂ. ഞങ്ങൾ പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിൽ തൃപ്പാദങ്ങൾ തന്നെ വന്ന് പ്രതിഷ്ഠ നടത്തിത്തരണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്ത് പ്രതിഷ്ഠയാണ് നടത്തേണ്ടത്? കൽപ്പിക്കുന്നത് പോലെ മഹാദേവനോ സുബ്രഹ്മണ്യനോ കൃഷ്ണനോ ദേവിയോ ആരായാലും. കാറ്റും വെളിച്ചവും കിടക്കാതെ ഇരുളടഞ്ഞ് നരിച്ചീറിനും വവ്വാലിനും വാസസ്ഥാനമായി തീരാവുന്ന ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ വിശ്വാസികൾ ദർശനത്തിനായി ഒളിച്ച് ശുദ്ധിയായി വരുമെന്നൊരു വിശേഷമുണ്ട്. അതും ശരിയാണ്. പക്ഷേ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരുപോലെ അകവും പുറവും ശുദ്ധമായിരിക്കണം. അവിടമെല്ലാം വെളിച്ചം കിടക്കണം. പ്രതിഷ്ഠ ഒരു ദീപശിഖയായാൽ എന്താ? പോരുന്നുണ്ടോ? അതിൽ കുറച്ച് വിഷമമുണ്ട് സ്വാമി. സാധാരണ ആരാധകർക്ക് ഒരു ഉപാസനാമൂർത്തി കൂടിയേ തീരും. എന്നാൽ ദീപശിഖ കൂടാതെ മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രതിമകളായാൽ മതിയല്ലോ. പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ ആദ്യകാല ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നിരിക്കണം എന്നാണ് നമ്മുടെ പക്ഷം. കൽപ്പിച്ചത് ശരിയാണ്. എങ്കിലും ഞങ്ങളുടെ ആളുകൾ അത്ര അറിവുള്ളവരല്ല സ്വാമി. ശരി, പടിപടിയായിട്ട് വേണമല്ലോ ഉയരേണ്ടത്. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെയാകാം. പ്രതിഷ്ഠയ്ക്കുള്ള ഏർപ്പാടെല്ലാം പൂർത്തിയാക്കി നമ്മെ അറിയിക്കും. വിവാഹം എങ്ങനെ നടത്തണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത്? ഒരു വിവാഹത്തിന് കൂടിയാൽ 10 പേർ മാത്രമേ ആകാവൂ. വധൂവരന്മാർ, അവരുടെ മാതാപിതാക്കന്മാർ, ദമ്പതികളുടെ ഓരോ സഖികൾ, ഒരു പുരോഹിതൻ, ഒരു പൗരപ്രധാനി. ഇപ്രകാരമാണ് 10 പേർ. ഭാവി ജീവിതം മുഴുവൻ ഒരുമിച്ച് കൂടേണ്ടവരായ ദമ്പതികളെ തമ്മിൽ കാണിക്കുകയും സംഭാഷണത്തിലുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യേണ്ടതാകുന്നു. പരസ്പരം സ്നേഹിച്ച് മനസ്സാ വിവാഹം നടത്തിയവരെ സംബന്ധിച്ച് ഈ കർമ്മം നടത്തണമെന്നില്ല. ചിലർക്ക് തങ്ങളുടെ കുട്ടികളുടെ വിവാഹം ആഘോഷപൂർവ്വം നടത്തണമെന്ന് താല്പര്യം കാണില്ലേ സ്വാമി? അങ്ങനെ മോഹമുള്ള രക്ഷിതാക്കന്മാർ ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക ബാങ്കിലോ മറ്റോ നിക്ഷേപിച്ച് അതിന്റെ രസീത് വിവാഹ സമയത്ത് തങ്ങളുടെ കുട്ടികൾക്കായി സംഭാവന ചെയ്യേണ്ടതാണ്. വർക്കലയെ കുറിച്ച് ദക്ഷിണകാശി എന്നാണ് പണ്ടേ പറയാറ്. നമുക്കറിയാം. ഇവിടെ കർത്തവാവിന് ശ്രാദ്ധമൂട്ടാൻ ഈഴവരും മറ്റും ധാരാളം വരാറുണ്ട്. ഇനിമേൽ കർക്കിടവാവിന് കടപ്പുറത്ത് കൂടുന്നതിന് പകരം എല്ലാവരും നാം കെട്ടാൻ ഉദ്ദേശിക്കുന്ന പുതിയ മഠത്തിൽ വരട്ടെ. ശ്രാദ്ധകർമ്മങ്ങൾ ശിഷ്യന്മാർ യഥാവിധി നിർവഹിച്ചു കൊടുത്താൽ മതി. വഴിയെ ഇവിടെ ഒരു ആരാധനാ കേന്ദ്രവുമാകും. പ്രതിഷ്ഠ എന്താണാവൂ? പ്രതിഷ്ഠ വേണമല്ലേ?
ശിവപ്രതിഷ്ഠ തന്നെ ആയിക്കൊള്ളട്ടെ. ഇവിടെ നമുക്ക് ശാരദമഠം സ്ഥാപിക്കാം. ഇവിടെ നിവേദ്യവും എഴുന്നള്ളത്തും ഉത്സവവും അതുപോലെയുള്ള മറ്റു ചടങ്ങുകളും ഒന്നും തന്നെ വേണ്ട. പിന്നെയോ സ്വാമി? ശാരദ ബിംബം മാത്രം മതി. ഭക്തജനങ്ങൾ സ്തോത്രം ചൊല്ലി ധ്യാനിക്കട്ടെ. ശക്തിയായ തലവേദന പല മരുന്നും കഴിച്ചു, ഒരു കുറവുമില്ല സ്വാമി. സാരമില്ല, ഒരു കഷായം കഴിച്ചാൽ മതി. പൂന്തോട്ടി വേരും നറുനീണ്ടി കിഴങ്ങും പിച്ചിപ്പൂവും 3 കഴഞ്ചെടുത്ത് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് ഒരു തുടമാക്കി സമം പാലും ചേർത്ത് ദിവസവും കാലത്ത് 2 ആഴ്ച സേവിക്കുക. മേമ്പടിക്ക് ബോധാനന്ദൻ ഒരു സിന്ദൂരവും തരും. അത് മതി, സകല അസുഖവും മാറും. എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്നു തന്നെ. നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴിയെന്നോ നടുക്കടലെന്നോ ഉണ്ടോ? മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒടുങ്ങാത്തതുകൊണ്ട് ഒന്നിന് മറ്റൊന്നിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ മതപ്പോരിന് അവസാനമുണ്ടാകണമെങ്കിൽ സമബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം. അപ്പോൾ പ്രധാന തത്വങ്ങളിൽ അവയ്ക്ക് തമ്മിൽ സാരമായ വ്യത്യാസമില്ലെന്ന് വെളിപ്പെടുന്നതാണ്. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന മതമാണ് നാം ഉദ്ദേശിക്കുന്ന ഏകമതം. ഇംഗ്ലീഷ് ഭാഷ അറിയില്ല അല്ലേ? ഇല്ല. മഹാത്മജിക്ക് സംസ്കൃതം അറിയൂ? ഇല്ല. അയിത്തം ഇല്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. അത് ഭംഗിയായി നടക്കുമെന്നാണ് നമ്മുടെ അറിവ്. അക്രമരഹിതമായ സത്യാഗ്രഹമല്ല, മറിച്ച് ബലപ്രയോഗമാണ് അവകാശ സ്ഥാപനത്തിന് വേണ്ടതെന്ന വാദത്തോട് സ്വാമിജി യോജിക്കുന്നുണ്ടോ? ബലപ്രയോഗം നല്ലതല്ലെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അധകൃതരുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് മതപരിവർത്തനമാണ് വഴിയെന്ന് ചിലർ വിശ്വസിക്കുന്നു. സ്വാമിജിയുടെ അഭിപ്രായം? മതപരിവർത്തനത്തിലൂടെ അവർ സ്വതന്ത്രരാകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ? ധാരാളം പര്യാപ്തം തന്നെ. അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. ലൗകിക സ്വാതന്ത്ര്യത്തിനാണല്ലോ നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് സഫലമാകാതെ വരുമോ? അതിന്റെ രൂഢമൂലതയോർത്താൽ പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മജി വീണ്ടും ജനിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടോ? എല്ലാവർക്കും. പുലയ സമുദായത്തിലെയും പറയ സമുദായത്തിലെയും കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം ശിവഗിരിയിൽ താമസിച്ച് പഠിച്ചു വരുന്നു. ആരാധനകളിലും സംബന്ധിക്കുന്നു. ഭാരത സമൂഹത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ജാതി വ്യവസ്ഥ ഒട്ടൊക്കെ അനിവാര്യമല്ലേ? അല്ലെന്ന് തന്നെയാണ് നമ്മുടെ ദൃഢമായ വിശ്വാസം. ജാതി വ്യവസ്ഥ മനുഷ്യവർഗത്തിന്റെ തന്നെ പുരോഗതിക്ക് തടസ്സമാണ്. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണെന്നല്ലേ സ്വാമിജി പറഞ്ഞത്? ആ മാവിൽ നോക്കൂ, എല്ലാ ഇലകളും ഒരുപോലെ അല്ലല്ലോ. എല്ലാ ഇലകൾക്കും ഒന്നുപോലെ കാറ്റും വെളിച്ചവും ലഭിക്കാനിടയായാൽ കേടുകൾ മാറിക്കിട്ടും. പക്ഷെ ഒന്നുണ്ട്, ആ ഇലകളുടെ ചാറ് പിഴിഞ്ഞെടുത്താൽ എല്ലാറ്റിനും ഒരേ രസമായിരിക്കും. അത് കൂട്ടിച്ചേർത്താൽ വേർതിരിക്കാനും സാധ്യമല്ല. മുരടിച്ചിരുന്നാലും ജീവിതധർമ്മത്തിൽ ഇലകൾ തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അത് ശരിയാണ്. ആ തത്വത്തോട് ഞാൻ യോജിക്കുന്നു.
അങ്ങേ കണ്ട ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ വ്രതം എടുക്കുന്നു. ഹരിജനങ്ങളെ ഉദ്ധരിക്കുക. ഈ വൃക്ഷത്തിന്റെ ഇലകൾക്കും ഞരമ്പുകൾക്കും അതിന്റെ ചാറിനും വ്യത്യാസമില്ലാത്തതുപോലെ മനുഷ്യരക്തത്തിനും വ്യത്യാസമില്ല. എല്ലാ മനുഷ്യരുടെയും രക്തത്തിന് ഒരേ നിറമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും വീശിത്തുടങ്ങി ഈ കൊടുങ്കാറ്റ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കട്ടെ.